എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഒരു നേവി കപ്പല് അതിപ്പോ വോഹറ ഐലാൻഡിലേക്ക് അങ്ങനെ വന്ന് അടുക്കുകയാണ്. നേവി കപ്പൽ കണ്ട് അവിടെയുള്ള ജനങ്ങളെല്ലാവരും പേടിച്ച് ഓരോ ഭാഗത്തേക്ക് പോകാനായിട്ട് ആരംഭിക്കും. മാത്രമല്ല ഇപ്പൊ ഇവിടേക്ക് എന്തിനായിരിക്കും നേവി ബേസിലെ കപ്പല് എത്തിയിട്ടുണ്ടാവുക എന്നവർ ചിന്തിക്കാൻ തുടങ്ങും. അതേസമയം റോബിന്റെ അമ്മ ആളാണെങ്കിൽ കൂളായി ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അങ്ങനെ മുൻപോട്ട് നടക്കും. കട്ട് ചെയ്ത ഒരുത്തനാണെങ്കിൽ പേടിച്ചു വരണ്ട് ഇപ്പൊ പ്രൊഫസറിന്റെ അടുത്തേക്ക് ഓടിയെത്തും. അവൻ പ്രൊഫസറിനോട് പറയും, കടൽക്കരയില് ഒരു നേവി കപ്പൽ അടുത്തിട്ടുണ്ട്, എന്താണ് കാര്യമെന്നൊന്നും ആർക്കും അറിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ റോബിൻ ആണെങ്കിൽ ആ ജയന്റുമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. ജയന്റ് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന് പോവാനുള്ള വലിയൊരു ചങ്ങാടം അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. റാഫ്റ്റിന്റെ പണി കഴിഞ്ഞു എന്ന് കാണുമ്പോൾ തന്നെ റോബിന് വലിയ വിഷമാവും. കാരണം ഇനി മുതൽ റോബിൻ വീണ്ടും ഒറ്റയ്ക്കാണ്. അവളുടെ വിഷമം കണ്ട് ആ ജയന്റ് പറയും, എനിക്ക് ഒരു ഫ്ലാഗ് കൂടെ ഉണ്ടാക്കണം, അതിന് കുറച്ച് നാൾ കൂടെ ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ്. റോബിൻ ഒരുപാട് സന്തോഷത്തിൽ തുള്ളിച്ചാടി അവനോട് പറയും, എനിക്ക് ഭയങ്കര സന്തോഷമായി, ഞാൻ ആക്ച്വലി ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു. ആക്ച്വലി എന്റെ അമ്മ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ്. പോണോഗ്ലിഫിനെ കുറിച്ച് അറിയാനാണ് വർഷങ്ങൾക്ക് മുൻപ് എന്റെ അമ്മ ഇവിടം വിട്ട് പോയത്. അത് കേട്ട് അവൻ ഷോക്കാവും. ജയന്റ് ചോദിക്കും, നിന്റെ അമ്മയുടെ പേരെന്താ? അതിനവള് പറയും, നിക്കോ വോൾവിയ. ഉടനെ അവൻ ഷോക്കായി താഴേക്ക് വീഴും. നിന്റെ അമ്മയുടെ പേര് നിക്കോ വോൾവിയ എന്നാണെങ്കിൽ ഈ ഐലാൻഡിന്റെ പേര് അത് വോഹറ എന്നല്ലേ? അതിനവള് പറയും, അതെ. ആ ജയന്റ് അവൻ ഷോക്കായിട്ട് പറയും, നിനക്കൊരു കാര്യം അറിയോ? ഈ ഒരു ഐലാൻഡിലേക്ക് ഒരു നേവി കപ്പൽ വന്നോണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആർക്കിയോളജിസ്റ്റുകളെ മുഴുവൻ കൊല്ലാനാണ് അവരുടെ തീരുമാനം. നീ ഒരു കാരണവശാലും ആർക്കിയോളജിസ്റ്റ് ആണെന്നുള്ള കാര്യം ആരോടും പറയാൻ പാടില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷെ റോബിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ജയന്റ് വീണ്ടും പറയും, ഒരുപക്ഷെ നിന്റെ അമ്മ ഇപ്പൊ തിരിച്ചെത്തിയിട്ടുണ്ടാവും, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എത്രയും വേഗം സിറ്റിയിൽ പോയി അന്വേഷിക്ക്. അത് കേൾക്കേണ്ട താമസം റോബിൻ. അവള് ഭയങ്കര ആവേശത്തില് സിറ്റിയിലേക്ക് ഓടും. റോബിനാണെങ്കിൽ ഇതുവരെ അവളുടെ അമ്മയെ മര്യാദയ്ക്ക് കണ്ടിട്ട് പോലുമില്ല. അമ്മയുടെ പേരും വിളിച്ച് അവൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് റോബിന്റെ അമ്മ ആ പ്രൊഫസർ എടുത്തെത്തും. അതിനുശേഷം പ്രൊഫസറിനോട് പറയും, പണ്ട് ആ പോണോഗ്ലിഫിനെ കുറിച്ച് അറിയാനാണ് ഞാനും നമ്മുടെ വലിയൊരു ടീമും ഇവിടുന്ന് പുറപ്പെട്ടു പോയത്. പക്ഷേ യാത്രാ മധ്യേ നേവി ഓഫീസേഴ്സ് ഞങ്ങളെ കണ്ടുപിടിച്ച് തടഞ്ഞു. എന്നെ ഒഴിച്ച് ബാക്കിയുണ്ടായിരുന്ന എല്ലാവരെയും അവര് കൊന്നു തള്ളി ഒരു ഹോസ്റ്റേജായി പിടിച്ചു വെച്ച് നമ്മുടെ ഐലാൻഡ് അത് വോഹാറ ഐലാൻഡ് ആണെന്ന് അവര് കണ്ടെത്തി. സോ നമ്മുടെ ഐലാൻഡിലുള്ള ആർക്കിയോളജിസ്റ്റുകളെ മുഴുവനായിട്ട് തകർക്കാനാണ് അവരിപ്പോ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രൊഫസർ ടെൻഷനായിട്ട് പറയും, നമ്മുടെ മുൻപില് വേറെ വഴിയില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഇവിടെയുള്ള ആർക്കിയോളജിസ്റ്റുകളെ മൊത്തം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയേ പറ്റൂ. പക്ഷെ എന്നെ കൊണ്ട് ഇവിടുന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. കാരണം ഈ വലിയ ലൈബ്രറി, അതിനെ എന്ത് വില കൊടുത്തും എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ ഈ ഒരു ഐലാൻഡിന്റെ ഏറ്റവും വലിയ ട്രഷറാണ് ഈ ലൈബ്രറിയിലുള്ള മുഴുവൻ ബുക്സും. അതൊരിക്കലും സ്പോയിൽ ആവാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് റോബിന്റെ അമ്മയും കുറെ ആർക്കിയോളജിസ്റ്റുകളും ഇപ്പൊ കപ്പലിൽ കയറി വീണ്ടും അവരുടെ യാത്ര തുടരും. റോബിനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. ഒരുപാട് വർഷക്കാലത്തെ അവളുടെ കാത്തിരിപ്പായിരുന്നു അമ്മയ്ക്ക് വേണ്ടി. ഒരു നോക്ക് പോലും എനിക്ക് അമ്മയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയും. ഉടനെ അവളുടെ ആന്റി ഒരുപാട് ദേഷ്യപ്പെട്ട്, മിണ്ടി പോരുത്, മിണ്ടിയ അടിച്ച് ഞാൻ നിന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ് റോബിനെ പേടിപ്പിക്കും. അവൾ ഒരുപാട് വിഷമത്തില് അവളുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ലൈബ്രറി അവിടേക്ക് വരും. അവിടെ എത്തുമ്പോൾ പ്രൊഫസർ ആളെ കൊണ്ടാവും പോലെ അവളെ സമാധാനിപ്പിച്ച് അവൾക്ക് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ കൊടുക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റോബിന്റെ അമ്മ അവൾ ഇപ്പോഴും ആ ഐലാൻഡിൽ തന്നെയുണ്ട്. പക്ഷെ റോബിന്റെ അമ്മയ്ക്കാണെങ്കിൽ റോബിനെ കാണണം എന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. അവളുടെ ഏറ്റവും വലിയ കൺസേൺ അവരുടെ റിസർച്ച് അത് മാത്രമാണ്. ഒരു കാരണവശാലും അവരുടെ ലൈബ്രറി അത് നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. മിലിറ്ററി ഫോഴ്സ് അവിടേക്ക് എത്തിയെന്നറിഞ്ഞ റോബിന്റെ അമ്മ അവൾ ഫുൾ കലിപ്പില് ഒരു ഗണ്ണും എടുത്ത് അവരുടെ അടുത്തേക്ക് ഓടും. അതേസമയം മിലിറ്ററി ഫോഴ്സ് അവർ ഐലാൻഡിലേക്ക് വന്ന് അവിടെയുള്ള എല്ലാവരെയും തല്ലി തല്ലി കൊല്ലുകയാണ്. കട്ട് ചെയ്ത റോബിൻ അവളിപ്പോ വീണ്ടും ലൈബ്രറിയിലേക്ക് ഓടിയെത്തും. അവൾ ദേഷ്യപ്പെട്ട് ചോദിക്കും, സത്യം പറയ്, എന്റെ അമ്മ ഇവിടം വിട്ട് പോയിട്ടില്ലല്ലോ, അവര് വീണ്ടും ഇവിടേക്ക് തിരികെ വന്നോ? അത് കേട്ട് പ്രൊഫസർ റോബിന്റെ അമ്മ പറഞ്ഞ കാര്യം അത് ആലോചിക്കും. ഒരു കാരണവശാലും ഞാൻ ഇവിടേക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങള് റോബിൻ അറിയാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരൊരു പക്ഷേ എന്നെയും എന്റെ മകൾ റോബിനെയും ഇല്ലാതാക്കും. കട്ട് ചെയ്ത പ്രൊഫസർ ആൾ ക്യാഷ്വലായിട്ട് പറയും, നിനക്ക് എന്താ പറ്റിയേ? നിന്റെ അമ്മ ഇവിടേക്ക് വന്ന ഉറപ്പായിട്ടും നിന്നോട് പറയില്ലേ? അമ്മ ഇവിടേക്ക് വന്നിരുന്നു, പക്ഷെ അപ്പൊ തന്നെ തിരികെ പോയി. ഇപ്പൊ അമ്മ ഐലാൻഡിലില്ല.
റോബിൻ വീണ്ടും പറയും ഒരുപാട് നേവിക്കാരൊക്കെ ഇപ്പൊ ഗ്രാമത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. സത്യത്തിൽ അവർക്ക് എന്താ വേണ്ടേ? അതിന് പ്രൊഫസർ പറയും നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ആക്ച്വലി ചെറിയൊരു ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യമായിട്ട് ഇവിടേക്ക് എത്തിയതാണ്. ഒരു കാരണവശാലും നീ ഒരു ആർക്കിയോളജിസ്റ്റ് ആണെന്നുള്ള കാര്യം അവരോട് പറയാൻ പാടില്ല. നീ ഒരു ചെറിയ കുട്ടിയല്ലേ, അവരത് വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെ പ്രൊഫസർ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ആ മിലിറ്ററി ഫോഴ്സ് അവര് ഡോറും തല്ലി തുറന്ന് ഇപ്പൊ അവിടേക്ക് വരിക. ആരും അനങ്ങരുത്, എല്ലാവരും ദൂരേക്ക് മാറി നിൽക്കാൻ അവര് പറയും. ഈ ഐലാൻഡിലുള്ളവര് പ്ലൂട്ടോ അത് ഡീസൈഫർ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് ഇവിടെ ചെക്ക് ചെയ്യാൻ വന്നവരാണ് ഞങ്ങൾ എല്ലാവരും. സോ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ. ഇതിന് പ്രൊഫസർ പറയും തീർച്ചയായിട്ടും, പക്ഷെ ഒരു കാരണവശാലും ഇവിടെയുള്ള ബുക്സിനൊന്നും ഒരു കേടുപാടും ഉണ്ടാക്കരുത്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഗ്രാമം കാണിക്കും. അവിടെയാണെങ്കിൽ മിലിറ്ററി ഫോഴ്സ് അവർ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെയുള്ള എല്ലാ ആർക്കിയോളജിസ്റ്റും ഗവൺമെന്റിന്റെ എതിരായി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്. ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ അവർ ഏർപ്പെട്ടതുകൊണ്ട് തന്നെ ഐലാൻഡിലുള്ള എല്ലാ ആർക്കിയോളജിസ്റ്റുകളെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്യാണ്. മാത്രമല്ല ഈ ഐലാൻഡിൽ ബാക്കിയുള്ള സാധാരണക്കാരായ ജനങ്ങളെ മറ്റൊരു ഭാഗത്തേക്ക് ഇവാക്യുവേറ്റ് ചെയ്യാനും തീരുമാനമായിരിക്കുന്നു. അത് കേട്ട് ജനങ്ങൾ ഷോക്കായി അവരോട് ചോദിക്കും, നിങ്ങൾ എന്താ പറയണേ? ഞങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങളുടെ ഐലാൻഡ് വിട്ടു പോവില്ല. അതിന് ആ മിലിറ്ററി ഓഫീസേഴ്സ് പറയും ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാണ്, നിങ്ങൾ അനുസരിച്ചേ തീരൂ. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ വോൾവിയ, അവളാണെങ്കിൽ ആ സ്പാങ്ഡം വില്ലന്റെ കയ്യിൽ തന്നെ ഷൂട്ട് ചെയ്യും. അവൻ നിലവിളിച്ചു പറയും, ഓ മൈ ഗോഡ്, ഇവളെന്നെ ഷൂട്ട് ചെയ്തു, ഉറപ്പായാലും ഞാൻ മരിച്ചു പോവും. അങ്ങനെയാണെങ്കിൽ എന്റെ ഈ പദവിയും സ്വത്തുക്കളും എല്ലാം തന്നെ എന്റെ മകന് കൊടുക്കണം. അവൻ പറയും നിന്നെപ്പോലെ തന്നെ ഇവിടെയുള്ള ആർക്കിയോളജിസ്റ്റുകളെല്ലാം തന്നെ പോണോഗ്ലിഫിനെ കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പഠനത്തിന്റെ ആവശ്യമില്ല. 100% അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? വേൾഡിൽ തന്നെ ബെസ്റ്റ് ആർക്കിയോളജിസ്റ്റുകൾ ഉള്ളത് നിന്റെ ഈ വോഹാറ ഐലാൻഡിലാണ്. ഇത്രയും നാളും ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഈ ഒരു ഐലാൻഡ് മുഴുവനായിട്ടും നശിപ്പിക്കണമെന്നാണ്. ഇവിടെയുള്ള ഒരു ആർക്കിയോളജിസ്റ്റുമാരും ജീവിച്ചിരിക്കാൻ പാടില്ല. ആ ഒരു ന്യൂസ് അത് ലോകം മുഴുവൻ അറിഞ്ഞ പിന്നീട് ഒരിക്കലും ആരും ആ പോണോഗ്ലിഫിനെ കുറിച്ച് റിസർച്ച് ചെയ്യില്ല. ഉടനെ 2 സോൾജേഴ്സ് അവരോടി വന്ന് അവളെ ഇടിച്ചു തെറിപ്പിക്കും. കട്ട് ചെയ്ത ഇവിടെ ലൈബ്രറിയിലാണെങ്കിൽ ആ സോൾജേഴ്സ് അവരാണെങ്കിൽ എല്ലാ ബുക്സും വലിച്ചു കീറി നശിപ്പിക്കുകയാണ്. അത് കണ്ട് ചില ആർക്കിയോളജിസ്റ്റുകൾ അവരുടെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് ആ ബുക്സ് നശിപ്പിക്കരുത്. പക്ഷെ അവരാണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് നമ്മുടെ ജയന്റിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരുപാട് നേവി കപ്പലുകൾ വോഹാറ ഐലാൻഡ് ലക്ഷ്യമാക്കി വരുന്നത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് എല്ലാ ആർക്കിയോളജിസ്റ്റുകളെയും അവര് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞു. പ്രൊഫസർ റോബിനോട് പറയും അങ്ങ് ദൂരെയായി ഒരു കപ്പലുണ്ട്, നീ അതിൽ കയറി എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോ. പക്ഷെ റോബിൻ അവളത് കേൾക്കാൻ തയ്യാറാവാതെ അവരുടെ കൂടെ അവിടെ തന്നെ നിൽക്കും. അപ്പോഴായിരിക്കും ആ സ്പാൻഡത്തിന്റെ പപ്പയും മിലിറ്ററി ഫോഴ്സും അവരിപ്പോ റോബിന്റെ അമ്മയും തൂക്കിയെടുത്ത് അവരുടെ മുൻപിലേക്ക് വരിക. അവൾക്കാണെങ്കിൽ ഇപ്പൊ ബോധം ഉണ്ടാവില്ല. അവൾ അങ്ങനെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ സ്പാൻഡം. അവൻ ചോദിക്കും, സത്യം പറയും, ഇവളും ഈ ഐലാൻഡില് പെട്ടവളല്ലേ? കാരണം ഇവള് രക്ഷപ്പെട്ടു വന്നത് ഈ ഒരു ഐലാൻഡിലേക്കാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്നാണ് പോണോഗ്ലിഫിനെ കുറിച്ചുള്ള ഈ ഒരു റിസർച്ച് നടത്തുന്നതെന്ന്. അത് കേട്ട് പ്രൊഫസറും ബാക്കിയുള്ളവരെല്ലാവരും അവൾ അറിയാത്ത ഭാവത്തില് അങ്ങനെ ഇരിക്കും. പ്രൊഫസർ ആണെങ്കിൽ ഇപ്പൊ വീണ്ടും വീണ്ടും റോബിനോട് ഇവാക്വേഷൻ ഷിപ്പിലേക്ക് പോവാൻ പറയും. അത് കേട്ട് റോബിന്റെ അമ്മ വോൾവിയ അവൾ പതിയെ തലയുയർത്തി റോബിനെ നോക്കും. അപ്പോഴായിരിക്കും അവർ വലിയൊരു ശബ്ദം കേൾക്കുക. ആ മിലിറ്ററി ഫോഴ്സ് ആ ലൈബ്രറി മുഴുവൻ ബോംബ് വെച്ച് തകർത്തു. ഒരു വമ്പൻ ട്വിസ്റ്റ്, ആ പോണോഗ്ലിഫ് റിസർച്ച് ചെയ്തിരുന്ന റൂമിലേക്കുള്ള വഴി അവർ കണ്ടുപിടിക്കും. ആ ലൈബ്രറി തകർത്തപ്പോ അതിനടിയിലൂടെയാണ് ആ വഴി കണ്ടത്. സോ എല്ലാവർക്കും ഇപ്പൊ കാര്യം മനസ്സിലാവും. നമ്മുടെ ആൾക്കാര് അവിടെയുള്ള ആർക്കിയോളജിസ്റ്റുകൾ എല്ലാവരും ചേർന്ന് പോണോഗ്ലിഫിനെ കുറിച്ച് റിസർച്ച് ചെയ്ത കാര്യം അവർ മനസ്സിലാക്കും. ആ മിലിറ്ററി ഫോഴ്സ് അവർ ഒരുപാട് ഹാപ്പിയായി ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും സത്യം എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരെയും കൊന്ന് ഈ ഒരു ഐലാൻഡ് അത് ഞങ്ങൾ നശിപ്പിക്കാൻ പോവാണ്. അത് കേട്ട് ജനങ്ങള് അവരെല്ലാവരും കരുതും ഐലാൻഡിലുള്ള ആർക്കിയോളജിസ്റ്റുമാര് അവരെല്ലാവരും വലിയ എന്തോ തെറ്റ് ചെയ്തെന്ന്. അപ്പോഴായിരിക്കും ആ ജയന്റ് അതിപ്പോ ആ ഐലാൻഡ് മുഴുവൻ കയറി ഇറങ്ങി റോബിനെ അന്വേഷിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും
അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.